അധിക വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി കൂൺ കൃഷിയുള്ള വിത്ത് നൽകിക്കൊണ്ടാണ് ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭാ യോഗം ഗുണഭോക്താക്കളെ സ്വീകരിച്ചത്. പഞ്ചായത്ത് 6-ാം വാർഡ് അംഗമായ KG റെജിയാണ് ആദ്യ യോഗത്തിൽ നൂതനമായ സ്വീകരണമൊരുക്കിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി അവരവർ നിർണയിച്ച വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ വിജയിച്ച് കഴിഞ്ഞാൽ എല്ലാ വിജയിച്ചവർ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും അനുകൂലമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ കർത്തവ്യം. അതിന് മാതൃകയായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ മണിമാഷ് എന്ന് വിളിക്കുന്ന KG റെജി ആദ്യമായി തന്നെയാണ് ഗ്രാമസഭ വിളിച്ചേക്കുന്നത്. നമ്മുടെ പുറകിൽ തന്നെ കാണാം, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ ഗ്രാമസഭ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭ്യമാക്കുന്നത് അതിനോടുള്ളൊക്കെ തന്നെയാണ് റെജി മാഷ നമ്മളോട് സംസാരിക്കുന്നത്. സാറേ, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനപ്രതിനിധി വിളിച്ചപ്പോൾ ഇത്രയും തന്നെ ആൾക്കാർ ആദ്യത്തെ ഗ്രാമസഭയിൽ എത്തിയത് വളരെയധികം നമുക്ക് സന്തോഷം തരുന്നതാണ്. വളരെ സന്തോഷകരം തന്നെയാണ്. വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ജാതിമത വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ വാർഡിലുള്ള ജനങ്ങളും ആ രീതിയിൽ സഹകരിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാർഡിലെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ തെരുവ് വിളക്കുകൾ പരമാവധി ഇടാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇടവഴികളിലൊക്കെ തെരുവിളക്കിലില്ലായിരുന്നത് അത് ഇട്ട് കൊടുക്കുവാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രദേശത്ത് ഓടകളുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ചില മൈനർ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോഴുള്ളത്. പൈപ്പുകൾ ധാരാളം പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു, അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഭീഷണിയായിരുന്നു. ഇപ്പം 4-5 കേന്ദ്രങ്ങളിലുള്ള പൈപ്പുകൾ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി കുറെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ തന്നെ ഞാനും ഇവിടുത്തെ ചില സുമനസ്സുകളും അതിൽ തയ്യാറായിക്കൊണ്ട് സാമ്പത്തികം മുടക്കിക്കൊണ്ട് പല പൈപ്പുകളും പൊട്ടിക്കിടന്നത് അടച്ചു. അങ്ങനെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം പോകുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയുന്നു, തന്നെയല്ല പവർ കുറയും, ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ വലിയകാല ഉന്നതി നഗർ കേന്ദ്രീകരിച്ചൊരു മൈനർ ജലവൈദ്യുത പദ്ധതി വരണം, അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ റോഡ് എടപ്പിലിയാരം റോഡ് താറുമാറായി കിടക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും അടിയന്തരമായി തന്നെ ഈ റോഡ് റീടാർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയാണ് ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ. പിന്നെ ഈ ഗ്രാമസഭയെ ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും കൂൺ കൃഷി ആരംഭിക്കുന്നതിനും അതുപോലെ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് ഒരു ഔഷധത്തോട്ടം എല്ലാ വീടുകളിലും ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ്. പ്രത്യേകിച്ച് ഈ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോഴത്തേനെ സാറിന്റെ അധ്യാപക കാലഘട്ടത്തിലെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അവാർഡ് എങ്ങനെയാണ് സാറേ? അതിന്റെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ എങ്ങനെയാണ്? ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ജില്ലയിൽ ആദ്യമായിട്ട് കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രം ജൈവ വൈവിധ്യ പ്രവർത്തനത്തിന് വേണ്ടി സ്കൂളുകൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഭാഗ്യവശാല് അവരുടെ ആദ്യത്തെ 2 അവാർഡും നമ്മുടെ സ്കൂളിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതോടുകൂടി മറ്റു സ്കൂളുകൾ ഈ രംഗത്തേക്ക് ജൈവ വൈവിധ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പച്ചക്കറി കൃഷികളും മറ്റും നടുന്നതിന് വേണ്ടി ആവേശകരമായിട്ട് മുമ്പോട്ട് വരികയും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഒരു ആവേശകരമായിട്ടുള്ള അനുഭവം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്വയം പര്യാപ്തത, ഈ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നതിനുള്ള ഒരു യത്നം തുടങ്ങിയാണ്. കൂൺ കൃഷി എല്ലാ വീട്ടിലും ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. അതുപോലെ അതിന്റെ ഇടയ്ക്ക് സാറേ ഈ പറയാണ്, ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ ഈ കിണർ റീചാർജ് ചെയ്യുക, അല്ലെങ്കിൽ മീൻകുളം നിർമ്മിക്കുക, അങ്ങനെ കുറെ അടിസ്ഥാന ആവശ്യങ്ങളായിരിക്കുമല്ലോ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളത്. പക്ഷെങ്കിൽ ഇവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ വേണ്ടി അധ്യാപകൻ എന്ന നിലയിൽ സാർ ഒരു കർമ്മ പദ്ധതിക്ക്, അതായത് കൂൺ കൃഷിയിൽ, കാരണം ഇവർക്കൊരു വരുമാന മാർഗമാവും, വിശ്രമവേളയിൽ ഇവർക്കൊരു ജോലിയും ആവും. അത് മറ്റുള്ള ഈ പഞ്ചായത്തുകളും മറ്റ് സംസ്ഥാന മൊത്തത്തിൽ അത് ഏറ്റെടുക്കണം ഇതുപോലെയുള്ളത്. അതിനെക്കുറിച്ച് എങ്ങനെ? അപ്പൊ അതിന് ഞങ്ങൾ ഒരു തുടക്കം കുറിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ഒരാൾക്ക് കൂണിന്റെ കിറ്റ് നൽകിക്കൊണ്ട് അതിന്റെ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതുകൂടെ ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. അപ്പൊ ആരെങ്കിലും താല്പര്യമുള്ളവർ ഈ കൂൺ കൃഷി നടത്താൻ
കൂടുതൽ താല്പര്യമുള്ള ഒരു വ്യക്തി കടന്നു വന്നാൽ അവർക്ക് ഇപ്പോൾ ഞാനൊരു കിറ്റ് നൽകുന്നതാണ്. അത് വീട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ കൂണുകൾ അതിൽ നിന്ന് ലഭ്യമാണ്. നമുക്ക് പിന്നെ വളരെയധികം പ്രോട്ടീനും മറ്റും ലഭിക്കുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് ഇത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ നമുക്കിത് നിർവഹിക്കാൻ സാധിക്കും. ആരെങ്കിലും താല്പര്യമുള്ളവർ മുന്നോട്ട് വരും. കണ്ടോ, അത് തന്നെ കണ്ടോ, ഒരു ജനപ്രതിനിധി എന്ന നിലയില് വീട്ടമ്മമാർക്ക് അവര് മറ്റുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒപ്പം തന്നെ ഇത് ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. വളരെ സന്തോഷത്തോട് നൽകുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി വെള്ളമൊഴിച്ച് ഇത് വാങ്ങിച്ചപ്പോ എന്ത് തോന്നുന്നു? ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കലയോട് പറഞ്ഞ എന്നെ പഠിപ്പിക്കണേന്ന് പറഞ്ഞായിരുന്നു. ചെയ്യാൻ ഇഷ്ടമുണ്ട്. അപ്പോ ഈ ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഉണ്ട്, സന്തോഷമുണ്ട്. ഇനിയും അടിസ്ഥാനപരമായ ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മെമ്പർ ചെയ്യുമെന്നറിയാം. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജനപ്രതിനിധിയോട് പറയാനുണ്ടെങ്കിൽ? സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയൊക്കെയാ ഇവിടെ ഉള്ളത്. റോഡ്, വെള്ളം, ഇതൊക്കെയാ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒത്തൊരുമയായിട്ട് നിന്ന് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ ഗ്രാമസഭയിൽ തന്നെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ അവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുന്ന മികച്ച ഒരു സ്വയം തൊഴിൽ ജോലിയിലേക്ക് തന്നെയാണ് രജി സാറ് ഈ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യമായി ഇവിടുത്തെ ഈ ഗ്രാമസഭയിലെ ബാക്കിയുള്ള അതും എല്ലാം കൂടെ ചർച്ച ചെയ്തുകൊണ്ട് മറ്റ് വാർഡുകളിലേക്കും ഒക്കെ മാതൃകയാവുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഈ ഗ്രാമസഭയിൽ സാറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ള ഗ്രാമസഭകളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വയം പര്യാപ്തയിലേക്ക് നീങ്ങി വീട്ടമ്മമാർക്കും ഒപ്പം മറ്റുള്ളവർക്കും ഒരു കാര്യപ്രാപ്തിയിലേക്ക് എത്താവുന്ന ഒരു മാതൃക കൂടിയാണ് ആഴാമ്പാലിൽ നിന്നും KG രജിമാഷ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.